ഗൂഗിൾ ക്രോമിനകത്തുള്ള വളരെയധികം ഉപകാരപ്രദമായ 5 രഹസ്യ സെറ്റിങ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും, ഗൂഗിൾ എന്തിനാണ് ഇത് രഹസ്യമായിട്ട് ക്രോം ബ്രൗസറിനകത്ത് വെച്ചിരിക്കുന്നത്, എല്ലാവർക്കും നൽകിക്കൂടെ എന്ന്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ പറയുന്ന സെറ്റിങ്സുകളൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഗൂഗിൾ ക്രോമിനകത്ത് വെച്ചിരിക്കുന്നതാണ്. അതായത് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവർ മാത്രമേ ഈ സെറ്റിങ്സുകൾ ഉപയോഗിക്കുകയുള്ളൂ. ഇതിനകത്ത് ഡൗൺലോഡിംഗ് സ്പീഡ് വർദ്ധിപ്പിക്കേണ്ട ഓപ്ഷൻ പോലും ഉണ്ട്. ചിലരൊക്കെ ക്രോം ബ്രൗസറിലൂടെ പല ഫയലുകളും ഡൗൺലോഡ് ചെയ്യാറുണ്ട്. വലിയ വലിയ വീഡിയോകൾ, അതുപോലെ തന്നെ വലിയ പല ഫയലുകളും ഡൗൺലോഡ് ചെയ്തെടുക്കാറുണ്ട്. ഇത്തരത്തിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ വേഗത 5 ഇരട്ടി മുതൽ 10 ഇരട്ടി വരെ വർദ്ധിപ്പിക്കേണ്ട ഓപ്ഷൻ ക്രോം ബ്രൗസറിനകത്തുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ചില വെബ്സൈറ്റുകൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അത് ലോഡാകാൻ ബുദ്ധിമുട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് സ്ക്രോൾ ആവില്ല. അത്തരം ബുദ്ധിമുട്ടുകൾ അകറ്റി വളരെ വേഗത്തിൽ സ്ക്രോൾ ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അതുപോലെ വളരെയധികം ഉപകാരപ്രദമായ ഒരുപാട് ഫീച്ചറുകൾ ഉണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട 5 ഫീച്ചറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. വീഡിയോ വളരെ ശ്രദ്ധാപൂർവം കാണണം, എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ആദ്യം നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാർ അല്ലെങ്കിൽ അഡ്രസ് ബാർ, ക്രോം ബ്രൗസറിനകത്ത് മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. ഞാൻ ടൈപ്പ് ചെയ്യുന്നത് പോലെ ടൈപ്പ് ചെയ്യണം. നിങ്ങൾക്കിവിടെ കാണാം, ക്രോം എന്ന് എഴുതിയതിന് ശേഷം ഒരു കോളൻ ഉണ്ട്, അതായത് 2 കുത്തുകൾ ഒരുമിച്ച് വരുന്ന ആ കുത്തുണ്ട്. അതിനുശേഷം 2 സ്ലാഷ്, അതായത് ചെരിഞ്ഞ വര 2 ഉണ്ട്. അതിനുശേഷം ഫ്ലാക്സ് എന്ന് എഴുതാം. നിങ്ങൾ ക്രോം എന്ന് എഴുതി തുടങ്ങുമ്പോൾ തന്നെ താഴെ സജക്ഷൻ വരും. ഓക്കെ, ഇനി നിങ്ങൾ എഴുതിയതാണെങ്കിൽ ഇങ്ങനെ എഴുതിയതിന് ശേഷം എൻ്റർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം നിങ്ങൾ ഇതിനകത്ത് നിരവധി ഓപ്ഷൻ ഉണ്ട്. അറിയാത്തതൊന്നും നിങ്ങൾ എനേബിൾ ചെയ്യരുത്, പിന്നെ നിങ്ങൾക്ക് തന്നെയാണ് പണി കിട്ടുക. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ തിരിയേണ്ടി വരും. അപ്പോൾ ഏറ്റവും നല്ല കാര്യം, ഇതിന് മുകളിൽ നിങ്ങൾക്ക് സെർച്ച് ബാർ ഉണ്ട്. അപ്പോൾ സെർച്ച് ബാറിൽ നമുക്ക് ആദ്യം ഡൗൺലോഡിങ് സ്പീഡ് കൂട്ടുന്ന ഓപ്ഷൻ നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഈ സെർച്ച് ബാറിൽ ഡൗൺ എന്ന് എഴുതിയാൽ മതി, ഡൗൺലോഡ് എന്ന് പോലും എഴുതണ്ട. അപ്പോൾ നിങ്ങൾക്ക് പാരലർ ഡൗൺലോഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അത് ഓൾറെഡി ഡിഫോൾട്ടിലാണ് ഉണ്ടാകുക. ജസ്റ്റ് അതിൻ്റെ ഡിഫോൾട്ട് എന്ന് പറയുന്ന ആ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എനേബിൾ ചെയ്യേണ്ട ഓപ്ഷൻ വരും. എനേബിൾ ചെയ്തിട്ട് ക്രോം ബ്രൗസർ ഒന്ന് എക്സിറ്റ് പോയിട്ട് ഓൺ ചെയ്യണം കേട്ടോ. പിന്നീട് മുതൽ നിങ്ങൾക്ക് ഡൗൺലോഡിംഗ് സ്പീഡ് വർദ്ധിക്കുന്നത് കാണാം. അതായത് ഒരു ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് 4 or 5 ആയി വിഭജിച്ചിട്ടാണ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ വേഗത അനുസരിച്ച് വളരെ വേഗത്തിൽ നമുക്ക് ഫയലുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞു തരാം. അതേ സെർച്ച് ബാറിൽ തന്നെ നിങ്ങൾ സ്മൂത്ത് എന്നാണ് സെർച്ച് ചെയ്യേണ്ടത്. സ്ക്രീനിൽ സ്പെല്ലിംഗ് കാണാം. സ്മൂത്ത് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് സ്മൂത്തിൻ്റെ തന്നെ 2 or 3 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ സ്മൂത്ത് സ്ക്രോളിംഗ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിൻ്റെ താഴെ ഡിഫോൾട്ട് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾഡ് ആയി കൊടുക്കുക. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ പിന്നീട് നമുക്ക് വെബ് പേജുകൾ മുകളോട്ടും താഴോട്ടൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ലോഡാകാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് പോയി കിട്ടും. വളരെ സ്മൂത്തായിട്ട് ക്രോം ബ്രൗസർ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, നിങ്ങൾ സെർച്ച് ബാറിൽ ഫോർവേഡ് എന്നാണ് സെർച്ച് ചെയ്യേണ്ടത്. സ്പെല്ലിംഗ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഫോർവേഡ് എന്ന് സെർച്ച് ചെയ്താൽ ബാക്ക് ഫോർവേഡ് കാഷെ എന്ന ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കണം. ഒരുപാട് ഫോർവേഡ് സംബന്ധമായ ഓപ്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ബാക്ക് ഫോർവേഡിൻ്റെ ഓപ്ഷൻ്റെ ഡീഫോൾട്ട് എന്ന് പറയുന്ന ആ ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ എനേബിൾഡ് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും. എനേബിൾഡ് ചെയ്യുക. ഇതുകൊണ്ടുള്ള പ്രയോജനം, നമ്മളൊരു വെബ്സൈറ്റ് ഉപയോഗിക്കുന്ന സമയത്ത്, നമ്മൾ പുതിയ പേജിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പഴയ പേജിലേക്കൊക്കെ തിരിച്ചു വരുന്ന സമയത്തുള്ള ലോഡിംഗ് പ്രശ്നം ഒഴിവായി കിട്ടും. വളരെ പെട്ടെന്ന് നമുക്ക് പേജുകൾ ലോഡാകാൻ ഇത് സഹായിക്കുന്നതാണ്. ഇനി നാലാമതായിട്ട് GPU എന്നാണ് സെർച്ച് ചെയ്യേണ്ടത്. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. ഇതിൻ്റെ മറ്റുള്ള ഓപ്ഷനൊന്നും ഓൺ ചെയ്യരുത്, ഒരുപാട് ഓപ്ഷൻ ഉണ്ടാവും. ഇതിനകത്ത് നിന്ന് GPU റാസ്റ്ററൈസേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് മാത്രമേ നിങ്ങൾ എനേബിൾ ചെയ്യാൻ പറ്റൂ. അത് ഓൾറെഡി ഡീഫോൾട്ടിലായിരിക്കും ഉണ്ടാകുക. അതിൻ്റെ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എനേബിൾഡ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് കൊടുക്കുക. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ, ചില വെബ്സൈറ്റുകളിലെ ഗ്രാഫിക്സുകൾ ഉണ്ടല്ലോ, അത് ലോഡാകാൻ സമയമെടുക്കുന്നത് കൊണ്ട് തന്നെ ചിലർക്ക് ഫോൺ ഹാങ് ആവും. അപ്പോൾ അത് ഒഴിവാക്കാൻ ഇത് സഹായിക്കും. കാരണം CPU പകരം പിന്നീട് നമ്മുടെ ഫോണിലെ ഗ്രാഫിക്സ് കാർഡാണ് ഇത്തരം ചിത്രങ്ങൾ ലോഡാകാനും ഗ്രാഫിക്സ് ലോഡാകാനും സഹായിക്കുക. അപ്പോൾ നമുക്ക് വളരെ സ്മൂത്തായിട്ട് വെബ്സൈറ്റുകൾ ഉപയോഗിക്കാൻ ഇത് സഹായിക്കുന്നതാണ്.
ഇനി അഞ്ചാമതായിട്ട് നിങ്ങൾ ഡാർക്ക് എന്നാണ് സെർച്ച് ചെയ്യേണ്ടത്. പിന്നെ പ്രത്യേക കാര്യം പറയാനുള്ളത്, ഈ ഒരു ഓപ്ഷൻ ആവശ്യമുള്ളവർ മാത്രം ഓൺ ആക്കിയാൽ മതി. അപ്പോൾ ഓട്ടോ ഡാർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇത് ഓൾറെഡി ഡിഫോൾട്ടിലായിരിക്കും. അത് മാറ്റിയിട്ട് എനേബിൾഡ് ആക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം, ചില വെബ്സൈറ്റുകൾ നിങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ ഡാർക്ക് മോഡാണെങ്കിലും വെബ്സൈറ്റ് വൈറ്റ് സ്ക്രീനിലായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വെബ്സൈറ്റുകളും, അതായത് ഡാർക്ക് മോഡ് സപ്പോർട്ട് ചെയ്യാത്ത വെബ്സൈറ്റ് പോലും നിങ്ങൾക്ക് കറുത്ത സ്ക്രീനിൽ വെളുത്ത എഴുത്തുകളാക്കി മാറ്റാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കണ്ണിനും സ്ട്രെയിൻ കുറയും, അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പും കിട്ടും. അതിനാണ് ഈ ഡാർക്ക് മോഡ് ഉപയോഗിക്കുന്നത്. പക്ഷേ ചില വെബ്സൈറ്റുകൾ ഡാർക്ക് മോഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അക്ഷരങ്ങൾ വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഡാർക്ക് മോഡ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരും അത് നിർബന്ധമുള്ളവരും മാത്രം ഇത് ഓൺ ചെയ്താൽ മതി കേട്ടോ. ബാക്കിയുള്ളവർ ഓൺ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ ഇതിൽ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രോം ബ്രൗസർ ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഇപ്പം ഞാൻ പറഞ്ഞതല്ലാത്ത വേറെ എന്തെങ്കിലും ഓപ്ഷനൊക്കെ നിങ്ങൾ ഓൺ ചെയ്തിട്ട് ക്രോം ബ്രൗസറൊക്കെ ഉപയോഗിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ സെർച്ച് ചെയ്ത് തിരഞ്ഞു പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് റീസെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ സെർച്ച് ബാറിൻ്റെ വലതുഭാഗത്ത് റീസെറ്റ് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ആ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മൊത്തത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്തതൊക്കെ കളയാൻ സാധിക്കുന്നതാണ്. അതിലൂടെ ക്രോം ബ്രൗസർ നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള സെറ്റിങ്സുകൾ ആയതുകൊണ്ട് തന്നെ എല്ലാ മൊബൈൽ ഫോണിലും ഇത് പ്രവർത്തിക്കണമെന്നില്ല. എല്ലാ ഫോണിലും ഈ ഓപ്ഷനൊക്കെ ഉണ്ടാവും. ചില ഫോണുകളിൽ ഇത് സപ്പോർട്ട് ചെയ്യില്ല. എങ്കിലും ഒട്ടുമിക്ക പുതിയ ഫോണുകളിലും ഇതിലെ എല്ലാ ഓപ്ഷനും പ്രവർത്തിക്കുന്നതാണ്. പഴയ ഫോണുകളാകുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.